എത്ര ഹ്രസ്വമാണല്ലേ നമ്മുടെ ജീവിതം. മുൻഗാമികളെ അപേക്ഷിച്ച് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകൾക്ക് വളരെയേറെ ആയുസ് കുറവാണ്. എന്നാൽ അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് വളരെ ചെറിയ സൽക്കർമ്മങ്ങൾ കൊണ്ട് ഉന്നതമായ പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ലൈലത്തുൽ ഖദർ അതിൽ വിശിഷ്ടമായ ഒന്ന് തന്നെയാണ്. ചെറിയ നന്മകൾക്ക് വണ്ണമായ പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്ക് നൽകി അള്ളാഹു നമ്മെ സന്തോഷിപ്പിക്കുന്നുണ്ട്. നാം പലപ്പോഴും ലളിതമായും വളരെ അവഗണനയോടുകൂടിയും തള്ളിക്കളയുന്ന ഒന്നാണ് ബാങ്ക് കേൾക്കുമ്പോഴുള്ള സംസാരവും അതിൻ്റെ പ്രവർത്തനങ്ങളും. ബാങ്ക് കേൾക്കുന്ന വേളയിൽ ആരെങ്കിലും മർഹബൻ ബിൽ ഖായിലി അദ്ലൻ മർഹബൻ ബിസ്സലാത്തി അഹ്ല, മർഹബൻ ബിൽ ഖായിലി അദ്ലൻ മർഹബൻ ബിസ്സലാത്തി അഹ്ല എന്ന് ചൊല്ലിയാൽ ആ ചൊല്ലുന്ന വ്യക്തിക്ക് അള്ളാഹു 10 ലക്ഷം നന്മകൾ രേഖപ്പെടുത്തും. തീർന്നിട്ടില്ല, അള്ളാഹു അവന്റെ 20 ലക്ഷം പാപങ്ങൾ മായ്ച്ചു കളയും. മാത്രമല്ല, ആ ചൊല്ലുന്ന വ്യക്തിക്ക് 20 ലക്ഷം പദവികൾ അള്ളാഹു ഉയർത്തപ്പെടുകയും ചെയ്യും. ബാങ്ക് വിളി കേൾക്കുന്ന സമയത്ത് മർഹബൻ ബിൽ ഖായിലി അദ്ലൻ മർഹബൻ ബിസ്സലാത്തി അഹ്ല, എത്ര സെക്കൻഡ് വേണം കൂട്ടുകാരെ? 15 സെക്കൻഡ് പോലും വേണ്ടാത്ത മർഹബൻ ബിൽ ഖായിലി അദ്ലൻ മർഹബൻ ബിസ്സലാത്തി അഹ്ല എന്ന വളരെ ഹ്രസ്വമായ ഒരു ദിക്ർ നാം ബാങ്ക് കേൾക്കുന്ന സമയത്ത് നാം ചൊല്ലിയാൽ അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലത്തെക്കുറിച്ച് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് എത്ര ഗൗരവത്തോടെയാണ്. ഇത്ര ലളിതമായ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടും നാം മരിക്കണമെന്ന, നാം ഓരോരുത്തരും മരിക്കുമെന്ന ഉറപ്പുണ്ടായിട്ടും നമുക്കിതൊന്നും ചെയ്യാനും പ്രവർത്തിക്കാനും ചൊല്ലാനും കഴിയുന്നില്ലെങ്കിൽ നമ്മളുടെ അവസ്ഥ എത്ര പരിതാപകരമാണ് എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതുകൊണ്ട് ഇനി മുതൽ ബാങ്ക് കേൾക്കുന്ന സമയത്ത് ബാങ്കിനെ ആദരവോടെ ശ്രദ്ധാപൂർവം കേൾക്കുകയും അതിലുള്ള മറുപടി നൽകുകയും ചെയ്യുന്നതോടൊപ്പം മർഹബൻ ബിൽ ഖായിലി അദ്ലൻ മർഹബൻ ബിസ്സലാത്തി അഹ്ല എന്ന ദിക്ർ കൂടി നാം ബാങ്ക് തുടങ്ങുന്ന സമയത്ത് നാം പറയുമ്പോൾ ഈ വണ്ണമായ പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്ക് നൽകുകയും നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു കൂട്ടിയ അനേകായിരം തിന്മകൾ, ആ തിന്മകൾ അള്ളാഹു നമ്മിൽ നിന്ന് മായ്ച്ചു തരികയും ചെയ്യും. ഇത്രയേറെ ഹ്രസ്വമായ ദിക്റുകൾ അള്ളാഹു നമുക്ക് സമ്മാനിക്കുന്നത് നമ്മളെ അള്ളാഹു രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. അവന്റെ കരുണയുടെ ഭാഗമായിട്ടാണ് നാം ഇത്തരത്തിലുള്ള അറിവുകൾ നാം മനസ്സിലാക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതും. ഇത്ര ലളിതമായി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പോംവഴികൾ ഉണ്ടായിട്ട് നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ വിഡ്ഢികൾ മറ്റാരാണുള്ളത്? നന്മകൾ പ്രവർത്തിക്കാൻ, നന്മയുടെ ഓരം പറ്റി ജീവിക്കാൻ, നന്മകളിൽ മുൻകടക്കുന്നവരായി മുന്നിട്ട് വരാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ.